യുവതികളുടെ ലൈംഗിക പീഡന വെളിപ്പെടുത്തലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കുമുറുകുന്നു. രാഹുലിനെ ക്രൈംബ്രാഞ്ച് ഉടൻ ചോദ്യം ചെയ്യും. ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ യുവതികൾ പരാതി നൽകുന്നത് തടയാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ നടപടികൾ. എസ് ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കാൻ നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ, ഈ സ്ത്രീകളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിൽ പരാതി നൽകാൻ തയ്യാറായി നിൽക്കുന്നവർ നിരവധി പേർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചിലർ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ചില വിവരങ്ങൾ പുറത്തുവരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പരാതി നൽകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക, അതും ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ലാത്ത പക്ഷം അവർ കേസിൽ പരാതി നൽകി കേസുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണെങ്കിൽ അവരുടെ മൊഴി അവിടെ ചെന്ന് രേഖപ്പെടുത്തി ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചോദ്യം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതേസമയം ഒരു ഭാഗത്ത് കോൺഗ്രസിലെ ചിലർ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ചില ഈ പരാതി ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദരേഖയടക്കം പുറത്തു വന്ന ചില യുവതികളുണ്ട്. അവരെ അടക്കം ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ പോലീസിൽ പരാതിപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത്. അതിന് സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് കൃത്യമായ രീതിയിൽ പരാതി നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കുക, ഇത് അന്വേഷണ സംഘവും ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള സമീപനം ക്രൈംബ്രാഞ്ച് സംഘം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും തീരുമാനിക്കുന്നതായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അവരായിരിക്കും ഈ ഓരോ ഇടങ്ങളിൽ ചെന്നും ഇരകളാക്കപ്പെട്ട സ്ത്രീകൾ, ആരോപണം ഉന്നയിച്ചവർ, അവരിൽ നിന്നും മൊഴി ശേഖരിക്കുക. നിലവിൽ ഏതായാലും പോലീസിന് മുന്നിൽ 6 പരാതികളാണ് എത്തിയിട്ടുള്ളത്. അത് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഈ 6 പരാതികളും ലഭിച്ചത്. ഇതിൽ ഇരകളാക്കപ്പെട്ടവർ ഇല്ല. പക്ഷേ ഈ പരാതികൾ കൃത്യമായ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് അതിൽ പറയുന്ന തെളിവുകൾ സഹിതം ശേഖരിച്ചുകൊണ്ട്, ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോകുന്നത്. ഉടൻ തന്നെ ഈ ഇരകളാക്കപ്പെട്ടവരിൽ നിന്ന് മൊഴി എടുത്തതിനു ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുക. ഏതായാലും അത്തരത്തിലൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്ക് കൂടുതൽ മുറുകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.